Hey Google, show a countdown timer for 1 hour. Got it. 1 hour. And that's starting now. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റാപ്പിഡ് ക്ലീൻ ആണ്. സോ ഞാൻ ഓൾറെഡി ടൈമർ വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. 1 ആണ് എനിക്ക് വേണ്ടി തന്നെ അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു 1 hourനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ തന്നെ നോക്കാൻ പോവുകയാണ്. പൊതുവേ ഈ ടൈമർ വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ടൈം ഇൻഡിവിജ്വലി ഒരു ആക്ടിവിറ്റി എത്ര ടൈം എടുക്കും എന്നും നമുക്കൊരു ഐഡിയ കിട്ടും. സോ ഫസ്റ്റ് വൺ ഈസ് ഗ്രോസറീസ് എല്ലാം ഒന്ന് എടുത്ത് വെക്കുക. സോ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞു. ആൻഡ് അതെല്ലാം എടുത്ത് വെച്ച് മൊത്തം ഒന്ന് വൈപ്പ് ഡൗൺ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ടൈം ചെക്ക് നടത്താം. ഫസ്റ്റ് ടാസ്കിന് ഇറ്റ്സ് ഓൺലി ടേക്കൺ മീ 5 minutes. സോ ദാറ്റ്സ് ഗ്രേറ്റ്. ഇനിയിപ്പം ടാസ്ക് നമ്പർ 2 ലോണ്ട്രി ഓഫ് കോഴ്സ് എത്ര ചെയ്താലും തീരാത്തൊരു കാര്യമാണ്. ഇവിടെ എന്തോ ലോണ്ട്രി ഫെയറി വന്ന് കൂടുതൽ തുണി ഇട്ട് തരുന്നുണ്ടെന്നാണ് എനിക്ക് സംശയം. ഇത് എത്ര ചെയ്താലും തീരില്ല. പക്ഷേ എനിവേസ് ഒരു റൗണ്ട് ഇത് ഇട്ടേക്കാം. കാരണം നമ്മൾ ഒരു ക്ലീനിങ് ചെയ്യുമ്പോഴത്തേനും വേറൊരു ക്ലീനിങ് എൻ്റെ സൈഡ് ബൈ സൈഡ് നടക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ഫീലൊക്കെയാണ്. അപ്പം അതെന്തൊരു മെഷീൻ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്താലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും ഈ ലോണ്ട്രി മെഷീൻ അതിൻ്റെ പണി അവിടെ ചെയ്യട്ടെ. ആൻഡ് ഇത് ലോണ്ട്രിയുടെ ഒരു തുണികളൊക്കെ ഒരു റൗണ്ട് ഞാൻ ഇട്ടു. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ടൈം ചെക്ക് ചെയ്യാം. ആൻഡ് ദിസ് ഹസ് ടേക്കൺ മീ അറൗണ്ട് 7 minutes. സോ നോട്ട് ടു ബാഡ്. ഇനിയിപ്പോൾ തേർഡ് ടാസ്ക് ഇസ് പിള്ളേരുടെ ബെഡ്റൂം. ഇതും ഒരുപാട് ഇവിടെ ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ക്വിക്ക് റീസെറ്റ് മാത്രമേ ഉള്ളൂ. എഗൈൻ ദിസ് ഇസ് നോട്ട് എ ഡീപ്പ് ക്ലീൻ. ഇതൊരു ഭയങ്കര ഒരു ഫുൾ ഹൗസ് റീസെറ്റും കാര്യങ്ങളും ഒന്നുമല്ല. ബേസിക്കായിട്ട് നമ്മൾ വിഷ്വലി കാണുന്ന പല കാര്യങ്ങളും ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ചെയ്യുന്നതാണ് എൻ്റെ ഈ ടൈമർ വെച്ചിട്ടുള്ളൊരു സ്പീഡ് ക്ലീൻ. സോ ഇതിന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കർട്ടൻസ് ഒക്കെ ഒന്ന് തുറന്നിടുക, ഷീറ്റ് വിരിക്കുക. സോ അപ്പോൾ തന്നെ നമുക്ക് വിഷ്വലി പ്ലീസിങ് ആകുമ്പോൾ തന്നെ ഓക്കെ ഇവിടെ എല്ലാം ക്ലീൻ ആണ് എന്നൊരു ഫീൽ വരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ടേബിൾ ടോപ്സിൽ എന്തെങ്കിലും ക്ലട്ടർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാം. ഫ്ലോറിൽ എന്തെങ്കിലും ക്ലട്ടർ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാം. എല്ലാം അതിൻ്റേതായ ഒരു സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് തറയൊന്ന് ക്വിക്ക് ഒരു വാക്യൂം മോപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ദിസ് റൂം ഇസ് ഓൾസോ ഡൺ. സോ ഈ റൂമിൽ പിള്ളേർ ഒരുപാട് അവരുടെ ടോയ്സ് ഒന്നും കാര്യമായിട്ട് ഇടാറില്ല. കാരണം ഇവർ മെയിൻലി ഇത് കിടക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നൊരു റൂമാണ്. അതുകൊണ്ട് വലിയ ഒരു അടുക്കിപ്പർക്ക് ഇതിന് ഒരുപാട് വേണ്ടി വരാറില്ല. എന്നാലും വിൽ ബി സർപ്രൈസ് എത്രത്തോളം പൊടിയൊക്കെ അക്യൂമുലേറ്റ് ആകുന്നു എന്നുള്ളത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് ടൈം ചെക്ക്. സോ ദാറ്റ് റൂം ഓൺലി ടുക്ക് മീ 5 minutes. സോ നമ്മളിങ്ങനെ ടൈം നോക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഇത്രമാത്രം ടൈമേ എടുക്കുള്ളല്ലോ എന്ന്. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ ആ ഒരു മോട്ടിവേഷൻ ഇല്ല, ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളതിങ്ങനെ മാറ്റി വെക്കും. ഐ എം ഷുവർ എല്ലാവർക്കും ഒരു 5 minutes അവരുടെ ഡേയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കാണും. പക്ഷേ നമ്മളത് ചെയ്യുക എന്നുള്ളത്, ടു സ്റ്റാർട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ട് വരുന്ന ഒരു സാധനം. സോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ നമുക്ക് പറ്റും എന്ന്. ആൻഡ് ആ ഒരു റൂമൊക്കെ പല ദിവസങ്ങളും അങ്ങനെ ചിലപ്പം ബെഡൊന്നും വിരിക്കാണ്ടിരിക്കും. അത് ആ ഒരു മോട്ടിവേഷൻ കിട്ടാത്തതുകൊണ്ട്. പക്ഷേ ഇപ്പം നവായിനോ അത് ആകെ ചെയ്യാനായിട്ട് 5 minutes എടുക്കുള്ളൂ. സോ ഇറ്റ്സ് ഈസി ടു ഡു ഇറ്റ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ റൂമിലോട്ട് വന്നു. ഞങ്ങളുടെ റൂമാണ് ഏറ്റവും പൊതുവേ എപ്പോഴും ക്ലട്ടർ വരുന്ന ഒരു റൂമും. കാരണം നമ്മൾ പിള്ളേരൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റൂം ഇതാണ്. അവർക്ക് വേറെ റൂം ഉണ്ടെങ്കിൽ കൂടി ബിക്കോസ് ദേ ലൈക്ക് ടു ബി വിത്ത് അസ് മോസ്റ്റ് ഓഫ് ദ ടൈം. സോ ഇവിടെയാണ് ഒരുപാട് എടുത്ത് വെക്കാനുള്ള സാധനങ്ങളുള്ളത്. സോ ഐ ഓൾസോ നോ ഇത് കൂടുതൽ ടൈം എടുക്കുന്ന ഒരു റൂമാണെന്ന് എനിക്കറിയാം. സോ ബെഡ് സൈഡ് ടേബിൾസ് എല്ലാം ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്യുക, അതൊന്ന് ഡീക്ലട്ടർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തായാലും ടോയ്സ് ഒക്കെ തറയിലൊക്കെ കാണും. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് വെക്കുക. സോ അത് കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ ഒരു ടൈം ചെക്ക് നോക്കാം. ആൻഡ് ദിസ് ഹാസ് ടേക്കൺ മീ അറൗണ്ട് 10 minutes. ഇത്രയും കാര്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റീവ് ഫീലൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, കാരണം അപ്പോഴത്തേനും അത്യാവശ്യം ഒരു ഹൗസ് തന്നെ ഒരു വിഷ്വലി ഓക്കെ ആയ ഒരു ഫീലാണ്. ആൻഡ് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ടൈം നമുക്ക് ബാക്കിയുണ്ടല്ലോ, ഒരു 35 minutes ബാക്കിയുണ്ട്. സോ നമുക്ക് കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്യാം. സോ കിച്ചൻ്റെ ഇത്
ടൈം എടുക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തന്നെ അറിയാം. സോ ഞാൻ ഏറ്റവും ആദ്യം ഇത് ചെയ്യാണ്ടിരിക്കും. കാരണം ഇത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്, ഏറ്റവും ടൈം കൺസ്യൂമിങ് ടാസ്ക് ചെയ്താൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനായിട്ട് ടൈം കിട്ടില്ല. സോ ദ ഫസ്റ്റ് തിങ് ഇസ് ഓഫ് കോഴ്സ് ഡിഷ് വാഷർ എംറ്റിയിങ് ആൻഡ് റീലോഡിങ്. ആൻഡ് ഈ ഡിഷ് വാഷർ എന്ന് ഞാൻ വിചാരിക്കും രാവിലെ തന്നെ എണീറ്റ് എംറ്റി ചെയ്യണം എന്ന്. കാരണം എംറ്റി ചെയ്യുന്ന ദിവസങ്ങൾ ഭയങ്കര പ്രൊഡക്റ്റീവാണ് എനിക്ക് അപ്പോൾ തന്നെ പുതിയതായിട്ട് ചീത്തയാവുന്ന പാത്രങ്ങളൊക്കെ നേരെ എടുത്ത് ഡിഷ് വാഷറിൽ വെക്കാം. അപ്പം കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷേ ഇത് എടുക്കുന്ന ഒരു ടൈം, ഒരു 10-15 മിനിറ്റ്സ് എന്തായാലും ഇതെല്ലാം കൂടി എടുത്ത് വെക്കാനായിട്ട് എടുക്കും. സോ അത് ചിലപ്പോൾ എനിക്ക് രാവിലെ കിട്ടാറില്ല, ഒരു എക്സ്ട്രാ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഡിഷസ് എല്ലാം പൈലപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എനിവേസ് ഇതെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെക്കട്ടെ. പാത്രങ്ങളെല്ലാം അതിൻ്റേതായ സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചാൽ തന്നെ പകുതി ആശ്വാസമാകും. ആൻഡ് സോ ഇതെല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ഡിഷ് വാഷർ എംറ്റി ആയിട്ടുണ്ട്. സോ നമ്മുടെ ലോഡഡ്, അതായത് ഡേർട്ടി ആയിട്ടുള്ള ഡിഷസ് എല്ലാം കൂടെ നമുക്ക് പിന്നെ അതിലോട്ടും റീഫിൽ ചെയ്യാം. ടൈമർ അവിടെ സൈഡിൽ കൂടെ ഓടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോഴത്തേനും എനിക്കിങ്ങനെ ടയർഡ്നെസ് വരുന്നതൊക്കെ ഞാനങ്ങനെ മാറ്റി വെക്കാനായിട്ട് അതെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിവേസ് ഈ ഡിഷ് വാഷർ ലോഡിങ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കിച്ചൺ ഒന്നും റീസെറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. സോ അത് മൊത്തം ഒന്ന് വൈപ്പ് ഡൗൺ ഒക്കെ ചെയ്ത് എല്ലാ വേസ്റ്റും എല്ലാം കളഞ്ഞ് കിച്ചൺ ടേബിൾ എല്ലാം ഒന്ന് വൈപ്പ് ഡൗണും കൂടെ ചെയ്തു. ഡിഷ് വാഷറിൽ കയറാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഹാൻഡ് വാഷും കൂടെ ചെയ്യണമായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളും, ഈവൻ നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിൻ്റെ പാത്രങ്ങളും ഒക്കെ ഡിഷ് വാഷറിൽ തന്നെയാണ് ഇടുന്നത്. പക്ഷെ ചിലതുണ്ട് നമുക്ക് ഇപ്പം പ്ലാസ്റ്റിക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ഈ കട്ടിംഗ് ബോർഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ അങ്ങനെ ഡിഷ് വാഷർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ മാത്രം കൈവച്ചൊന്ന് കഴുകി സിങ്കും കൂടെ ഒക്കെ ഒന്ന് എംറ്റി ചെയ്ത് മൊത്തം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും കിച്ചൻ്റെ പരിപാടിയും കഴിഞ്ഞു. സോ ദിസ് കിച്ചൺ വൺ ഐ തിങ്ക് ഹാസ് ടേക്കൺ മീ ദ ലോങ്. ഇതൊരു ഓവർ 20 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 17 മിനിറ്റ്സേ ബാക്കിയുള്ളൂ. ഈ ഒരു പോയിൻ്റൊക്കെ എത്തിയപ്പോഴത്തേനും ഇനിയിപ്പോൾ എന്തൊക്കെ ബാക്കി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ക്വിക്കായിട്ട് ആ ഒരു ലിവിങ് ഏരിയ ഒന്ന് ടൈഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഓഫ് കോഴ്സ് നമ്മൾ വിഷ്വൽ ക്ലട്ടർ ആണല്ലോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഫ്ലോറിൽ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സോഫയൊക്കെ ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ, അല്ല ബെഡൊക്കെ ഒന്ന് വിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ വിഷ്വൽ ക്ലട്ടർ കുറേയൊക്കെ ടാക്കിൾ ഔട്ട് ആകും. ആൻഡ് ഒന്ന് തറയും കൂടെ ഒന്ന് വാക്യൂമൊക്കെ ചെയ്യാനൊന്ന് ടൈമും കൂടെ ഉണ്ടെങ്കിൽ അപ്പം ആ ഫ്ലോറിംഗ് ഇസ് ഓൾസോ ഡൺ. സോ ആ ഒരു ലിവിങ് ഏരിയ ക്വിക്കായിട്ടൊന്ന് ചെയ്തു. ഇതൊട്ടും തന്നെ ടൈം എടുത്തില്ല, ഒരു 4 മിനിറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ ഈ മൊത്തം ഏരിയ ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്യാനായിട്ട്. ആൻഡ് ഇനിയിപ്പോൾ 13 മിനിറ്റ്സ് ബാക്കിയുണ്ട്. ആൻഡ് ഈ ഒരു ബാത്റൂം ക്ലീനിങ് ഞാൻ കുറേ ദിവസമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നൊരു സംഭവമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യവും ചെയ്യണം എന്ന് അത്യാവശ്യമുള്ള കാര്യമാണ് ഓഫ് കോഴ്സ് ബാത്റൂം ക്ലീനിങ്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതൊന്നും ടാക്കിൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഐ പുട്ട് ഇറ്റ് ഓഫ് എന്ന് പറഞ്ഞ് ചെയ്തു വരും. അപ്പോൾ എനിവേസ് ഇത്രയും ആയപ്പോഴത്തേനും നല്ലൊരു മോട്ടിവേഷൻ ഉണ്ട്. 13 മിനിറ്റ്സും കൂടെ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഞാൻ വിചാരിച്ചതെല്ലാം തീരുകയും ചെയ്തു. സോ ബാത്റൂം മാക്സിമം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കംപ്ലീറ്റ് ആയിട്ട് തീരില്ല എന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു. ബിക്കോസ് നോർമലി ഒരു ബാത്റൂം ക്ലീനിങ് ഒരു 20 to 25 മിനിറ്റ്സ് നന്നായിട്ട് ചെയ്യണമെങ്കിൽ എടുക്കും. എന്നാൽ കൂടി ഇപ്പോൾ 13 മിനിറ്റ്സ് ബാക്കിയുള്ളപ്പം മാക്സിമം ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഓഫ് കോഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബാത്റൂമിൻ്റെ കൗണ്ടർ ടോപ്സ് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്യുക, അത് എംറ്റി ആക്കി വെക്കുക. എന്നിട്ട് ഇത് മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് വൈപ്പ് ഡൗൺ ചെയ്യുക. സെയിം വിത്ത് ടോയ്ലറ്റ്സും സ്പ്രേ ചെയ്തിട്ട് മൊത്തം വൈപ്പ് ഡൗൺ ചെയ്യുക. ടോയ്ലറ്റ് ബോൾ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വാഷ് ഡൗൺ ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് വൈപ്പ് ഡൗൺ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വെള്ളം ഒഴിച്ചൊന്നും കളയാൻ പറ്റില്ല. വെള്ളമൊഴിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര എക്സ്ട്രാ പണിയാണ്. ബിക്കോസ് അതങ്ങനെ വെള്ളം പോകാനായിട്ടുള്ളൊരു ആവന്യൂ അധികം ഇല്ല. സോ ഞാൻ മാക്സിമം അത് ചെയ്യാണ്ടിരിക്കും. ഒരു ഭയങ്കര ഒരു ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് സ്ക്രബ് ഡൗൺ ചെയ്യാറുണ്ട്. എന്നാലും അത് ഒരു ഡെയിലി ക്ലീനൊന്നും അത് ചെയ്യാറില്ല. അങ്ങനെ അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കാത്തിരുന്ന ആ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ആൻഡ് our timer is now officially done. അപ്പോൾ അങ്ങനെ ടൈമർ ആയിട്ടുണ്ട്. ഇറ്റ്സ് ബിൻ എ വെരി വെരി പ്രൊഡക്റ്റീവ് അവർ. ആൻഡ് ഈ ഒരു ടൈമർ സിസ്റ്റം റിയലി വർക്ക്സ്. നമ്മൾ ചെയ്യുമെന്ന് വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ഒരു 1 hour ടൈമറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യും. എസ്പെഷ്യലി ആ ലാസ്റ്റ് ബാത്റൂമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ആ ഒരു ഇതിലങ്ങ് പോയതാണ്. ബട്ട് ദാറ്റ് ഈസ് ഒരു 100% കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഒരു 90% കഴിഞ്ഞു. സോ ബാക്കി എല്ലാം it's been a very very productive hour, so that was good. Hope you guys enjoyed as well. Thank you for watching. Bye bye.